സ്വാമി, അപ്പോൾ നമ്മളെല്ലാവർക്കും ഈ കേവല ഞാൻ ഉണ്ടല്ലോ. ഈ ഞാനിനോട് ചേർത്തിട്ടാണ് എല്ലാം ഈഗോ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള പലതുമാണ് ഞാൻ കൂട്ടിച്ചേർക്കുന്നത്. ഇതുപോലെ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള പലതുമാണ് അവരവർ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് ഈ ഞാൻ കേവല ജ്ഞാൻ ഉണ്ടോ, അതോ കേവല ജ്ഞാൻ ആകെ ഒരെണ്ണം മാത്രമാണ് ഉള്ളത്? ചോദിച്ച ചോദ്യം കേവല ഞാൻ ഒന്നാണോ പലതാണോ? അതാണ് ചോദ്യം. കേവല ഞാൻ ഒന്നാണോ പലതാണോ? കേവല ഞാൻ കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. മൺപാത്രം ഉണ്ടാക്കിയിരിക്കുന്നത് കേവലം മണ്ണുകൊണ്ടാണ്. അതുപോലെ ഈ പ്രപഞ്ചം മുഴുക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഐ പാർട്ടിക്കിൾ കൊണ്ടാണ്, ഈ ഞാൻ കൊണ്ടാണ്. ഈ ഞാനില്ലെങ്കിൽ ഇവിടെ ഒരു സൃഷ്ടിയും ഇല്ല. സസർജ സർവം സങ്കല്പ മാത്രേണ പരമേശ്വര. ടോട്ടൽ കോൺഷ്യസ്നസ് കേവലം തോട്ടിനെ, ഈ ഞാനിനെ ഉപാധിയാക്കിയാണ് സൃഷ്ടി മുഴുക്ക നടത്തിയിരിക്കുന്നത്. അപ്പൊ സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഞാനാണ്. ഞാനെന്ന് പറയുന്ന ചിന്തയാണ്. ആ ചിന്തയ്ക്ക് നിധാനമായി നിൽക്കുന്ന സ്പന്ദനമാണ്. അപ്പൊ സ്പന്ദനം കോണ്ടത്തിന്റെ അകത്ത്, കോണ്ടം എന്ന് പറയുന്ന സ്പന്ദന പാക്കറ്റാണ്. അതിൻ്റെ അകത്ത സ്പന്ദനങ്ങളാണ്, കോടിക്കണക്കിന് സ്പന്ദനങ്ങളാണ് ഒരു കോണ്ടം പാക്കറ്റിന്റെ അകത്തുള്ളത്. ആ ഒരു സ്പന്ദനത്തെയാണ് നമ്മൾ ഐ എന്ന് പറയുന്നത്. ഈ ഐ എന്ന് പറയുന്നത് പൂർണ്ണമാണ്. ആ തലത്തിൽ, എനർജിയുടെ തലത്തിൽ ടോട്ടലാണ്. ഓരോന്നും 3 ഫ്രീക്വൻസിയോടുകൂടി, 3 മാറ്ററോടുകൂടി, കാലവും ദേശവും എല്ലാം, താപവും ലൈറ്റും എല്ലാം ഈ പറഞ്ഞ സ്പന്ദനത്തിനാണ്. അപ്പൊ ഈ കേവല സ്പന്ദനം, ആ സ്പന്ദനം കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും അപൂർണമല്ല. എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായ ഈ ഐസ്പന്ദനം കൊണ്ടാണ്. അപ്പൊ ഈ ഐസ്പന്ദനം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേവല ഐ എന്ന് പറയുന്നത് കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതില്ലാത്തതൊന്നും സൃഷ്ടിയിൽ ഇല്ല. എന്ത് സൃഷ്ടിച്ചുവോ, എന്ത് സൃഷ്ടിയുണ്ടോ ആ സൃഷ്ടിയിലെല്ലാം അകവും പുറവും നിറഞ്ഞിരിക്കുന്നത് ഈ ഐസ്പന്ദനം മാത്രം. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഏതു കർമ്മം എടുത്താലും ശരി, ആ ഓരോ കർമ്മത്തിൻ്റെ അകത്തും ആരുണ്ട്? ഐയുണ്ട്. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചോ? ആര് കഴിച്ചു? ഞാൻ കഴിച്ചു. റെസ്റ്റ് എടുത്തോ? ആരെടുത്തു? വെള്ളം കുടിച്ചോ? ആര് കുടിച്ചു? അപ്പോ ഇവിടെ ഓരോരുത്തരും എന്ത് ചെയ്യുന്നുവോ അത് ഒരു വ്യക്തിയായി ജീവനോടുകൂടി സംവേദനത്തോടുകൂടി പറയുമ്പോൾ ഈ ഞാൻ, ഇതുപോലെ തന്നെ ഓരോ സ്പന്ദനവും അതിനൊരു ഞാനുണ്ട്. ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അറിയുന്ന ഏതു സ്പന്ദനവും. അതുകൊണ്ടാണ് അർദ്ധനാരീശ്വര സങ്കല്പം നിറഞ്ഞിരിക്കുന്നത്. കാരണം ഭഗവാനെന്നു മാറി പരമേശ്വരിയോ, പരമേശ്വരി എന്ന് മാറി ഭഗവാനോ. അപ്പൊ ടോട്ടൽ കോൺഷ്യസ്നെസ് നിന്ന് മാറിയിട്ട് ശക്തിയോ സ്പന്ദനമോ, സ്പന്ദനത്തിൽ നിന്ന് മാറിയിട്ട് കോൺഷ്യസ്, ഇത് ടുഗദറാണ്. അപ്പൊ ബോധത്തോടു കൂടിയ സ്പന്ദനത്തെയാണ് ഐ പാർട്ടിക്കിൾ എന്ന്
പറയുന്നത്. അപ്പൊ ബോധം സ്പന്ദിച്ചാൽ എനർജി, എനർജി നിഷ്പന്ദമായാൽ ബോധം. അപ്പൊ ഈ സ്പന്ദിച്ചു നിൽക്കുന്ന ഈ ബോധത്തെയാണ് കേവല ഐ എന്ന് പറയുന്നത്. അപ്പോ ഈ കേവല ഐ നമ്മളെ ബോധത്തിലേക്ക് നയിച്ചാൽ പോസിറ്റീവ് ഞാൻ, അത് ദുഃഖത്തിലേക്ക്, വിഷയത്തിലേക്ക് വലിച്ചു താഴ്ത്തിയാൽ നെഗറ്റീവ്. ഇത്രയുള്ളൂ ഇത്. ദുഃഖത്തിലേക്ക് നയിച്ചാൽ നെഗറ്റീവ്, അത് സുഖത്തിലേക്ക് നയിച്ചാൽ പോസിറ്റീവ്. ഭാരം കുറച്ചാൽ പോസിറ്റീവ്, ഭാരം കൂട്ടിയാൽ നെഗറ്റീവ്. ക്ലിയർ ആയോ? അതെ, ആ പൂർണ്ണമത മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഈ ഐ മനസ്സിലാക്കണം. കാരണം പൂർണ്ണമതഃ അത് പൂർണ്ണമാണ്, പൂർണ്ണമിതഃ ഇത് പൂർണ്ണമാണ്, പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം എടുത്താൽ പൂർണ്ണമേവ അവശിഷ്യത്തെ, പൂർണ്ണം മാത്രം അവശേഷിക്കും എന്ന് പറഞ്ഞാൽ അത് എനർജിയാണ്, അത് ഐ ആണ്, ഇത് എനർജിയാണ്. ഐയിൽ നിന്ന് ഐ എടുത്താൽ എന്തേ അവശേഷിക്കുള്ളൂ? ഐ മാത്രമേ അവശേഷിക്കുള്ളൂ. അപ്പോ അത് ഐ ആണ്, ഇത് ഐ ആണ്. പൂർണ്ണമതഃ പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, ഐയിൽ നിന്ന് ജനിക്കുന്നതെല്ലാം ഐ ആണ്. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യത്തെ, എന്തവശേഷിക്കുള്ളൂ? ഐ മാത്രം, ആ പൂർണ്ണത മാത്രം അവശേഷിക്കും, മറ്റൊന്നും അവശേഷിക്കില്ല. അപ്പൊ ഇത് മനസ്സിലാകണമെങ്കിൽ തന്നെയും വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ഐ തിയറി മനസ്സിലാക്കണം. അപ്പൊ ഏത് അറിവും സംശയമില്ലാതെ മനസ്സിലാക്കാൻ ഐ തിയറി എത്രമാത്രം അനിവാര്യമാണ് സാധാരണക്കാരന്. ഏതൊരു വ്യക്തിക്കും ഏതു അറിവും, ഏതു ദുരൂഹമായ ദുഗ്രാഹ്യമായ അറിവിനെയും ലളിതമാക്കി മാറ്റും. കാരണം ഓരോ ഐയും പൂർണ്ണമാണ്, അപൂർണമല്ല. അതുകൊണ്ടാണ് പൂർണ്ണമതഃ. അവിടെ എന്ന് പറയുന്നത് ഐയാണ്, ഇവിടെ എന്ന് പറയുന്നത് ഐയാണ്. ആ പൂർണ്ണത്തിൽ നിന്ന് എന്തേ വരുള്ളൂ? പൂർണ്ണമേ ജനിക്കുള്ളൂ. പൂർണ്ണത്തിന് പൂർണ്ണമെടുത്താൽ അവശേഷിക്കുന്നത് മറ്റൊന്നുമില്ല. ഇതാണ് ഐ പാർട്ടിക്കിളിന്റെ. അപ്പൊ ഈ ഐയാണ് കേവല ഐ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തി കേവല ഐയിലെത്തുമ്പോ അതിനെയാണ് നമ്മൾ പറയുന്ന സർവം ഖല്ലിതം ബ്രഹ്മ. എങ്ങും നിറഞ്ഞിരിക്കുന്നത് ഈ കേവല ഐ മാത്രമാണ്. ഐ മാത്രം അല്ലെ, എനർജി മാത്രമാണ്, ഐ പാർട്ടിക്കിൾ മാത്രം. അത് ചേർത്ത് വരുമ്പോൾ മാത്രമേ ഗുണവ്യത്യാസം വരുന്നുള്ളൂ. ഐക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. ഈ നിറഞ്ഞിരിക്കുന്ന സമസ്ത ഐകളും ഒരുപോലെ പൂർണ്ണമാണ്, അതൊന്നും അപൂർണമല്ല. ഈ കോണ്ടത്തിന്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ഓരോ സ്പന്ദനവും പൂർണ്ണമാണ്, അത് അപൂർണമേ അല്ല, അത് നശിക്കുന്നതുമല്ല, അത് ശാശ്വതം. അപ്പൊ ആർക്കും ഈ ശക്തിയെ, ഈ ഐയെ നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ചെയ്യാൻ പറ്റുന്നത് ഒന്നും മാത്രമാണ്, ഇതിനെ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണവ്യത്യാസങ്ങൾ കൊണ്ട് വൈവിധ്യമാണ്. അതുകൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നത്. ആ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുക്ക. അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഐയല്ലാതെ മറ്റൊന്നും ഇല്ലേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഐ പാർട്ടിക്കിൾ, ഐ സ്പന്ദനം എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത്, അത്
പൂർണ്ണമാണ്. അതിൻ്റെ അടിസ്ഥാന തലത്തിൽ പൂർണ്ണമാണ്. എല്ലാവരും പൂർണ്ണരാണ്. ക്ലിയർ ആയോ?